എല്ലാവർക്കും 10th പ്രിലിംസിന്റെ ക്രാഷ് കോഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. ഇന്ന് നമ്മൾ ദേശീയ ഗീതത്തെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. ദേശീയ ഗാനം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 10th പ്രിലിംസിന്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ ഇന്ന് ദേശീയ ഗീതമാണ്. ദേശീയ ഗീതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വന്ദേ മാതരത്തിനെയാണ് നമ്മൾ ദേശീയ ഗീതം എന്ന് പറയുന്നത്, അല്ലെ? വന്ദേ മാതരം. ജനഗണമന എന്താണ്? അത് ദേശീയ ഗാനമാണ്. അത് മാറിപ്പോകരുത്. ഇപ്പോഴും കൊണ്ടുപോയി തെറ്റിക്കുന്ന ആൾക്കാരുണ്ട്. ശ്രദ്ധിച്ചു വേണം ആൻസർ ചെയ്യാൻ. ദേശീയ ഗാനമാണ് ജനഗണമന. ദേശീയ ഗീതം എന്ന് പറഞ്ഞാൽ വന്ദേ മാതരമാണ്. ഇത് ആരാണ് രചിച്ചത്? ദേശീയ ഗീതം രചിച്ചതെന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് എന്ത് ചെയ്യുന്നത്? ഈ ദേശീയ ഗീതം രചിക്കുന്നത്. അപ്പോൾ അടുത്ത ആൾക്കാർ കൊണ്ടുപോയി തെറ്റിക്കുന്ന ഒരു ഏരിയ ആണ്. ഈ രവീന്ദ്രനാഥ ടാഗോറും ബങ്കിം ചന്ദ്ര ചാറ്റർജിയും തമ്മിൽ മാറിപ്പോകും. അപ്പൊ ഓർത്തു വെച്ചിരിക്കുക, ജനഗണമന എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗാനമല്ലേ? നമുക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് പഠിച്ചു പാടാൻ പറ്റുന്നതല്ലേ? അപ്പോ ആ പേര് അത് രചിച്ചത് വളരെ സിമ്പിൾ പേരുള്ള ഒരാളാണ്, ടാഗോർ ആണെന്ന് ഓർത്തിരിക്കുക. എന്നാൽ ദേശീയ ഗീതം എന്ന് പറയുന്നത് വന്ദേ മാതരം ആദ്യം മുതൽ അവസാനം പാടണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും, അല്ലെ? അപ്പോൾ ആ കഷ്ടപ്പെടുന്ന പേര് തന്നെയാണ്, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ആ ഒരു എഫേർട്ട് തന്നെ നമുക്ക് പേരിനകത്തും പഠിക്കാനായിട്ടുള്ള ഒരു എഫേർട്ട് വരുന്നുണ്ട്. അതാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. മറ്റേത് ടാഗോർ ആയിരുന്നു, ഇതെന്താണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി ഒരിക്കലും മറക്കത്തില്ലല്ലോ. ദേശീയ ഗീതം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇനി ഇതിന് സംഗീതം നൽകിയത് ആരാണെന്ന് അറിയാമോ? സംഗീതം നൽകിയത് ജദുനാഥ് ഭട്ടാചാര്യാണ്. ആരാണ്? ജദുനാഥ് ഭട്ടാചാര്യ. ജദുനാഥ് ഭട്ടാചാര്യാണ് എന്ത് ചെയ്യുന്നത്? ഈ ദേശീയ ഗീതത്തിന് സംഗീതം നൽകുന്നത്. ഇത് അംഗീകരിച്ച ഡേറ്റ്, ആ ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ച ഡേറ്റ് സെയിം ആണ്. 1950 ജനുവരി മാസം 24-നാണ് എന്ത് ചെയ്യുന്നത്? ദേശീയ ഗീതം അംഗീകരിക്കുന്നത്. എങ്കിൽ ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ സന്യാസി കലാപത്തെ അടിസ്ഥാനപ്പെടുത്തി, എന്ത് കലാപത്തെയാണ്? സന്യാസി കലാപം. സന്യാസി കലാപത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു കൃതി ഉണ്ടായിരുന്നു, ഒരു നോവൽ ഉണ്ടായിരുന്നു. ആ നോവലിന്റെ പേരാണ് ആനന്ദമഠം. എന്താണ്? ആനന്ദ മഠം. ഓക്കെ, ആനന്ദമഠം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തിനെ അടിസ്ഥാനമാക്കിയുള്ള നോവലാണ് ആനന്ദമഠം? സന്യാസി കലാപത്തെ അടിസ്ഥാനമാക്കിയുള്ള നോവലാണേത്? ആനന്ദമഠം എന്ന് പറയുന്നത്. ഈ ആനന്ദമഠം എന്ന് പറയുന്ന ഈ നോവലിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഈ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടെ ഞാൻ ആ ഒരു പോയിന്റ് ക്ലിയർ ആക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ തന്നെ സന്യാസി കലാപത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു നോവലുണ്ട്. ആ നോവലിന്റെ പേരാണ് ആനന്ദമഠം. ഈ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് എന്തെടുത്തിട്ടുള്ളത്? വന്ദേ മാതരം എടുത്തിട്ടുള്ളതെന്ന് ഓർത്തു വെച്ചിരിക്കുക. എങ്കിൽ ഈ ആനന്ദമഠം എന്ന നോവല് പുറത്തിറങ്ങിയ വർഷം ഏതാണെന്ന് അറിയാമോ? അത് 1882-ലാണ്. എന്നാണ്? 1882-ലാണ് ഈ ആനന്ദമഠം എന്ന് പറയുന്ന നോവല് പുറത്തിറങ്ങുന്നത്. എന്നാൽ ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ, ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേരാണ് പറയേണ്ടത്? ഹേമന്ത് ഗുപ്തയാണ്. ആരാണ്? ഹേമന്ത് ഗുപ്തയാണ് എന്ത് ചെയ്യുന്നത്? ഈ ആനന്ദമഠം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. വർഷം ഏതാണ്? 1952 കേട്ടോ. 1952 ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഹേമന്ത് ഗുപ്തയാണ്. അപ്പൊ ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹത്തെ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നോവലാണെന്ന് ചോദിച്ചാൽ അത് സന്യാസി കലാപത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നോവലാണ്. അത് പുറത്തിറങ്ങിയ വർഷം എന്ന് പറയുന്നത് 1882 ഇനി ആനന്ദമഠത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുണ്ട്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്. ആനന്ദമഠത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ പേരാണ് എന്ത്? ദ ആബേ ഓഫ്, എന്താണ്? ദ ആബേ ഓഫ് ബ്ലിസ് എന്ന് പറയുന്നത്. എന്താണ്? ദ ആബേ ഓഫ് ബ്ലിസ്. ആനന്ദമഠം എന്ന നോവലിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഇത്, ദ ആബേ ഓഫ് ബ്ലിസ് എന്ന് പറയുന്നത്. ഇത് തർജ്ജമ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ നരേഷ് ചന്ദ്ര സെൻ ആണ്. നരേഷ് ചന്ദ്ര സെൻ ഗുപ്തയാണ് എന്ത് ചെയ്യുന്നത്? ഇത്
ട്രാൻസ്ലേറ്റ് ചെയ്തത്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് വർഷം 1952. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ആനന്ദമഠം എന്ന നോവലിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പേര് ദ ആബേ ഓഫ് ബ്ലിസ് എന്നാണ്. എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? നരേഷ് ചന്ദ്രസെൻ ഗുപ്തയാണ്. വർഷം ഏതാണ്? 1952. ഇനി ഈ വന്ദേ മാതരം രചിച്ച ഭാഷ ഏത് തന്നെയാണ്? ബംഗാളി ഭാഷയാണ് കേട്ടോ. വന്ദേ മാതരവും ഏത് ഭാഷ തന്നെയാണ്? ബംഗാളി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. ഇത് ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഓക്കെ, വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയവും ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയവും തമ്മിൽ മാറിപ്പോകരുത്. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? 65 സെക്കൻഡ് ആണ് കേട്ടോ. എല്ലാവർക്കും തെറ്റിപ്പോകും. 52 സെക്കൻഡ് ജനഗണമനയാണെങ്കിൽ 65 സെക്കൻഡ് ആണ് ഏത്? വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം. ഇനി ആലപിക്കാൻ എടുക്കുന്ന സമയം നമ്മൾ പഠിച്ചു. ഇനി ഈ ഒരു വന്ദേ മാതരത്തെ പറ്റി പരാമർശിക്കുന്ന ഒരു ഹൈന്ദവ ദൈവം, ഓക്കെ, ഏതാണ്? ഓക്കെ, സോറി, ഈ ഒരു വന്ദേ മാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവം ഏതെന്ന് ചോദിച്ചാൽ അത് ദുർഗയാണ് കേട്ടോ. ഹൈന്ദവ ദൈവത്തെ പറ്റി ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ഏത് ദൈവത്തെയാണ്? ദുർഗാദേവിയാണ് ഇതിനകത്ത് പരാമർശിക്കുന്നത്. ഇനി ഇത് ആദ്യമായിട്ട് ആലപിച്ചത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിക്കാം. ഈ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത് 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിക്കുന്നത്. മറ്റേതോ ദേശീയ ഗാനം എവിടെ വെച്ചിട്ടായിരുന്നു? അത് 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു എന്ത് ആലപിച്ചത്? ജനഗണമന ആലപിച്ചത് അല്ലെ. എന്നാൽ ഇതേതാണ്? 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇത് ആദ്യമായിട്ട് ആലപിക്കുന്നത്. ഇനി ഇത് ആദ്യമായിട്ട് ആലപിച്ചത് ആരാണെന്ന് അറിയാമോ? ഈ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ആലപിച്ചത് നമ്മുടെ ജനഗണമന എഴുതിയ ആളാണ്. ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ദേശീയ ഗീതം ആലപിക്കുന്നത്. കണ്ടോ ട്വിസ്റ്റ്? കണ്ടോ? അപ്പൊ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണെങ്കിലും ഇത് കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ആലപിക്കുന്നത് ആരാണ്? അത് ടാഗോർ ആണ്. ആരാണ്? ടാഗോർ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ, വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ദ ആബേ ഓഫ് ബ്ലിസ് പഠിച്ചത് വന്ദേ മാതരത്തിന്റെ പരിഭാഷയായിരുന്നോ? അല്ല, അത് ആനന്ദമഠം എന്ന് പറയുന്ന നോവലിന്റെ പരിഭാഷയാണ് നമ്മൾ ദ ആബേ ഓഫ് ബ്ലിസ് പഠിച്ചത്. എന്നാൽ ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് എന്താണെന്നാണ്. എന്താണ്? വന്ദേ മാതരം. മാത എന്നൊക്കെ പേരില്ലേ? അപ്പൊ മദർ ഐ ബോ ടു ദ. ഓക്കെ, മദർ ഐ ബോ ടു ദ എന്നതാണ് എന്ത്? ഇതിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ പേര്. ഇത് രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അരബിന്ദ ഘോഷാണ്. ആരാണ്? അരബിന്ദ ഘോഷാണ് എന്ത് ചെയ്യുന്നത്? ഇത് ആ ഒരു ഇംഗ്ലീഷിലേക്ക്, വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇത് പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണെന്ന് ചോദിച്ചാൽ കർമ്മയോഗി എന്ന മാസികയിലാണ്. കർമ്മയോഗി ഏത് വർഷമായിരുന്നു എന്നറിയാമോ? 1909 കർമ്മയോഗി എന്ന് പറയുന്ന മാസികയിലാണ് മദർ ഐ ബോ ടു ദ എന്ന് പറയുന്ന വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റഡ് വെർഷൻ എന്ത് ചെയ്യുന്നത്? പ്രസിദ്ധീകരിക്കുന്നത്. ഇനി വന്ദേ മാതരം തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ ആ ഒരു തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഭാരതിയാണ്. ഓക്കെ, ഭാരതിയാണ്. ഭാരതി. ഓക്കെ, ക്ലിയർ ആയിട്ട് എഴുതാം. ഭാരതി. ഓക്കെ, അപ്പോ ഒന്നും കൂടെ പറയുന്നു, ഇതിനെ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഓക്കെ, സുബ്രഹ്മണ്യ ഭാരതി. ഇനി വന്ദേ മാതരം എന്ന ആൽബത്തിന് സംഗീതം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അത് AR റഹ്മാൻ ആണ് കേട്ടോ. AR റഹ്മാൻ ആണ് എന്ത് ചെയ്യുന്നത്? വന്ദേ മാതരം എന്ന് പറയുന്ന ആൽബത്തിന് ഈ ഒരു സംഗീതം നൽകുന്നത് ഏത് വർഷമാണ്? 1997. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചോണേ. അപ്പൊ ദേശീയ ഗീതം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ദേശീയ ഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ദേ മാതരമാണ്. രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. സംഗീതം നൽകിയതോ ജദുനാഥ് ഭട്ടാചാര്യാണ്. രാഗം ഏത് രാഗമാണ്? അത് ദേശരാഗമാണ്. അത് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലെ? ദേശരാഗത്തിലാണ്
എന്ത് രചിച്ചത്? ഈ ഒരു എന്താണ് ദേശീയ ഗീതം രചിക്കുന്നത്. ഇത് അംഗീകരിച്ചത് 1950 ജനുവരി മാസം 24. ഇത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ സന്യാസി കലാപത്തെ ആസ്പദമാക്കിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് ഈ വന്ദേ മാതരം എന്ന് പറയുന്നത്. ആനന്ദമഠം എന്ന നോവല് പുറത്തിറങ്ങിയ വർഷം എന്ന് പറയുന്നത് 1882 ഇത് ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹേമന്ത് ഗുപ്ത, വർഷം 1952. ഇത് എന്താണ് ഈ ആനന്ദമഠം എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് നരേഷ് ചന്ദ്രസെൻ ഗുപ്തയാണ്. ദ ആബേ ഓഫ് ബ്ലെസ് എന്ന പേരിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. വർഷം 1952. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഇത് രചിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ബംഗാളി ഭാഷയാണ്. ഇത് ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡ് ആണ്. ഇനി ഇതിൽ പരാമർശിക്കുന്ന ഒരു ഹൈന്ദവ ദൈവമുണ്ട്, അത് ദുർഗയാണ്. ഇനി ഇത് ആദ്യമായിട്ട് ആലപിക്കുന്നത് 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ടാഗോർ ആണ് ആദ്യമായിട്ട് ആലപിക്കുന്നത്. ഇനി ഈ ഒരു വന്ദേ മാതരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അരബിന്ദ ഘോഷ്. അത് എന്താണ് മദർ ഐ ബോ ടു ദ എന്ന് പറയുന്ന ആ ഒരു പേരിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് 1909 കർമ്മയോഗി എന്ന് പറയുന്ന മാസികയിലാണ്. മറ്റേത് ഏതായിരുന്നു? തത്വബോധിനി എന്ന ആ ഒരു ഇതിനകത്തായിരുന്നു നേരത്തെ അത് പ്രസിദ്ധീകരിച്ചിരുന്നത് അല്ലെ. അപ്പൊ തമിഴിലാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സുബ്രഹ്മണ്യ ഭാരതിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇനി ഇതിന്റെ ആൽബം സംഗീതം കൊടുത്തത് ആരാണ്? AR റഹ്മാനാണ്. വർഷം 1997. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി ക്ലാസ്സുകളെല്ലാം 10th പ്രിലിംസിന്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക, നല്ലതുപോലെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്